കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയിൽ കുടിവെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം വൈകുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിൽ എത്തിച്ചിരുന്നത്. പരിശോധനാ ഫലത്തിനായി സമയം വേണമെന്ന് ആരോഗ്യവകുപ്പ്. ഫ്ളാറ്റിൽ 500ഓളം പേർക്കാണ് രോഗബാധയുണ്ടായത്. ചിലർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകും, കാരണം ഇത് നടന്നിരിക്കുന്നത് ഗുരുതരമായ ഒരു അനാസ്ഥയാണ്. ഇത്രത്തോളം പേർക്ക് രോഗബാധയുണ്ടായ തീർച്ചയായും അതിൽ ജലത്തിൽ എന്തെങ്കിലും അണുബാധയുണ്ടാകുമെന്ന് തന്നെ ആരോഗ്യമന്ത്രി സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിൽ അയച്ചിട്ട് ആ റിസൾട്ട് അല്ലെങ്കിൽ പരിശോധനാ ഫലത്തിനായി ഇത്രത്തോളം സമയം കാത്തിരിക്കേണ്ടി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ എടുത്തിട്ടുള്ളത്. ഇതിന്റെ പരിശോധനാ ഫലം വൈകുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കാത്തിരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. അതായത് മെയ് 29-ന് അവിടുത്തെ ജലസാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഇന്നലെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 500-ലധികം പേർക്കാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് ഈ അണുബാധ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത തേടേണ്ടത്. അതായത് അവിടെ ഫ്ളാറ്റിൽ ഉപയോഗിക്കുന്ന ജലം എന്ന് പറയുന്നത് കിണർ, അതോടൊപ്പം തന്നെ ജലസംഭരണി, വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ, ഈ 3 ജലസ്രോതസ്സുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നിലവിൽ ആ ജലസ്രോതസ്സുകൾ അടച്ചിട്ടുണ്ട്. മറ്റ് വാട്ടർ ടാങ്ക് വഴിയാണ്, അതായത് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് നിലവിൽ കുടിവെള്ളം അവിടെ നൽകപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജലസാമ്പിളിന്റെ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ ഏത് സ്രോതസ്സിൽ നിന്നാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ രോഗബാധ എല്ലാവർക്കും ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് സാമ്പിൾ ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനാ ഫലം വൈകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഗൗരവകരമായിട്ട് തന്നെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നതെന്നും വീണ ജോർജ് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമായെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് മറ്റ് അധികൃതർക്ക് കടക്കുവാനും സാധിക്കൂ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധനാ ഫലം വരുമെന്നുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ അത്തരമുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നുവെങ്കിലും വൈകുമെന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് മെയ് മാസം ആദ്യം തന്നെ ചിലർക്ക് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പക്ഷേ കൂട്ടത്തോടെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ആളുകൾ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതും വിഷയം വലിയ രീതിയിൽ ചർച്ചയായതും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായതിനു ശേഷം നടപടികൾ കൃത്യമായിട്ട് അധികൃതർ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. 500-ലധികം പേരിൽ തന്നെ 25-ലധികം പേർ ഉള്ളത് കുട്ടികൾ തന്നെയാണ്. അതാണ് ഏറ്റവും ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികളുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഈ ജലസംഭരണിയിൽ നിന്നാണോ അല്ലെങ്കിൽ കിണറിൽ നിന്നാണോ മറ്റ് വാട്ടർ കണക്ഷനിൽ നിന്നാണോ ഇത്തരത്തിൽ ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പരിശോധനാ ഫലം ലഭ്യമാകണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്നാണ് അറിയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ലാബിലേക്കുള്ള സാമ്പിളിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ജലം എടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു.